ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നത്. അതിൻ്റെ എല്ലാ തരം നെർവസ്നെസ്സും എനിക്കുണ്ട്. പല ലൊക്കേഷനിൽ വെച്ചു. അത് രാവിലെ ഞാൻ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഭയങ്കര ഒരു എന്തോ ഒരു സംഭവം എന്നെ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. വീഡിയോ ഇടണ്ട, ഇതൊന്നും വേണ്ട, യൂട്യൂബിങ്ങൊന്നും അത്ര നല്ലതല്ല എന്തൊക്കെയോ അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. അത് കാരണം അതൊക്കെ വേണ്ടാന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ വൈകുന്നേരമായിപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് 6 മണിക്ക് പറയുമെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ ഇട്ടേക്കാം. ഇവനെ ഉറക്കി കെടുത്തിട്ട് ഞാനൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവൻ എഴുന്നേറ്റു. അപ്പോൾ അവനും നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ ഒരു പാട്ടാണ്. ഞാനിങ്ങനെ കുറേ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വലിയ കണ്ടൻറ്റൊന്നും വിചാരിച്ചിട്ടല്ല വന്നത്. പക്ഷേ വന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ പറയണമെന്ന് എനിക്ക് തോന്നി. ദ മൊമെൻറ്റ് ഞാൻ ക്യാമറ എടുത്ത ആ ഒരു നിമിഷം മുതൽ എൻ്റെ ഓഡിയോ ഒക്കെ ശരിയാവുമെന്ന് വിചാരിക്കണം. ഞാൻ പുറത്തായിരിക്കുന്നത്, മൈക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഏതാണ്ട് 1 വർഷത്തിലേറെ. അപ്പോൾ എനിക്ക് വലിയ നിശ്ചയമില്ല ഇതൊക്കെ വർക്കാവുന്നുണ്ടോ എന്ന് വരെ എനിക്കറിയില്ല. ഇവനും അറിയില്ല അമ്മ എന്താണ് ഈ ക്യാമറയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഫോണല്ലേ കണ്ടിട്ടുള്ളൂ. ഫോണിൽ കൂടെ ഞാൻ എടുക്കുന്നതും വല്ലപ്പോഴും റീലൊക്കെ എടുക്കാനെടുക്കും. പക്ഷെ എന്നാലും ഇങ്ങനത്തെ റീലൊന്നും ഞാൻ ഇടാറില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വരും. ഞാനൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ അല്ലേ, ഞാനൊരു ആർട്ടിസ്റ്റ് അല്ലേ, ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് മാറ്റി വയ്ക്കും. പിന്നെ എനിക്ക് തോന്നി ഇത്രയും കാലത്തിൻ്റെ പഴയ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് റിയലായിട്ടുള്ള ഞാനില്ല. എൻ്റെ കുറേ ബന്ധുക്കളുടെ കൂടെയുള്ള. അപ്പോൾ ഞാൻ ഇങ്ങനെ പഴയ വീഡിയോസ് നോക്കുമ്പോൾ എൻ്റെ അതിനകത്തൊരു ഫേവറേറ്റ് വീഡിയോ ഉണ്ട്. എൻ്റെ കസിൻ ചേച്ചി ടിയ ഒക്കെ അവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ അങ്ങനെ ആഘോഷിച്ചത്. അപ്പോൾ ആ വീഡിയോനകത്ത് ഭയങ്കര റിയലാണ്. അപ്പോൾ ടിയയുടെ വീഡിയോ കണ്ടപ്പോഴും ഞാൻ ആലോചിച്ചത്, ഞാൻ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന്. ഒയ്യോ വെച്ചിട്ടോ പണ്ടത്തോ ഇരുന്ന് വർത്താനം പറയാൻ പറ്റില്ലല്ലോ തരത്തെ. അപ്പോൾ അതുപോലത്തെ വീഡിയോസൊക്കെ വേണം. അപ്പോൾ ഒന്നല്ലെങ്കിൽ ആരും അല്ലെങ്കിലും കുറേ കാലം കഴിഞ്ഞ് അത് കാണാമെന്ന്. പിന്നെ എനിക്കെന്നെ അറിയില്ല ശരിക്കും എന്താണ് ബേബി വന്നതിന് ശേഷം ഞാൻ വലിയ വീഡിയോ എടുക്കലും പരിപാടിക്കൊന്നും പോകാൻ. ഒന്നാമത്തെ ഞാൻ എന്തോ ഒരു ലൂപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു വല്ലാത്ത ലൂപ്പ് തന്നെയാണ്. ബാക്കിൽ ഭയങ്കര നോയ്സ് ഉണ്ട്. എനിക്കറിയില്ല നിങ്ങൾക്ക് എന്തോരം ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുന്നു. അതൊരു വല്ലാത്ത ലൂപ്പിലൂടെ ആയിരുന്നു ഞാൻ ശരിക്കും പോയിക്കൊണ്ടിരുന്നത്. അതായത് രാവിലെ എഴുന്നേൽക്കുന്നു, തിരക്ക് പിടിച്ച് കോളേജിൽ ഓടുന്നു, പിന്നെ ഞാൻ തിരിച്ചു വരുന്നു. മിക്കവാറും ഒരു 8:45 ആകുമ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി എത്തണം. അപ്പോൾ പക്ഷേ മിക്കവാറും ലേറ്റ് ആവും. 9 എത്തിയ ദിവസങ്ങൾ ഒരുപാടുണ്ട്. സതികുമാർ സാറിൻ്റെ അടുത്ത് എനിക്കതിൽ ഭയങ്കര താങ്ക്സ് ഉണ്ട്. എന്നെ ലേറ്റ് ആയാലും രജിസ്റ്ററിൽ സൈൻ ചെയ്യാൻ അലോ ചെയ്തതിൽ. പക്ഷേ ഈ ബയോമെട്രിക്കൊക്കെ ഉള്ളത് കാരണം ഇപ്പോൾ അതൊക്കെ ശരിക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. പഴയ പോലെയൊന്നുമല്ല ശരിക്കും കോളേജിൽ ജോലി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമുക്ക് ആ ദിവസം 2 പീരീഡൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അതല്ലാത്ത എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ മീറ്റിംഗ് ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ തന്നെ നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആവും. അങ്ങനെ ഓരോ ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞ് പോയിട്ട് ഫൈനലി ഒന്നിനും സമയമില്ലാത്ത പോലെയായി. തിരിച്ചു വരുന്നു, ബേബിനെ കുളിപ്പിക്കുന്നു, ബേബിനെ വൃത്തിയാക്കുന്നു, അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, അവന് ഫുഡ് ഉണ്ടാക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, ഞങ്ങൾ ഫുഡ് കഴിക്കുന്നു. എങ്ങനെയെങ്കിലും ഹാപ്പി ആയിട്ട് പോകാനായിട്ട് ഇടുന്നൊരു എഫേർട്ടല്ലേ, അതൊരു ഭയങ്കര എഫേർട്ട്. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന എഫേർട്ട്. അപ്പോൾ എനിക്ക് തോന്നി ശരിക്കും എനിക്ക് കുറച്ച് ടൈം കാണണമെന്ന്. അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അതിൻ്റെ പാർട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവൻ എഴുന്നേറ്റ് വന്ന് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ആകെ ബഹളം വയ്ക്കും, പിന്നെ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നിട്ടോ വിചാരിച്ചു. പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല. ഇവൻ ഹാപ്പി ആയിട്ടിരുന്നിട്ട് കണ്ടില്ല. ഇപ്പോൾ ഇവൻ കുടിക്കുന്ന സാധനം ഇതാണ് കേട്ടോ, നമ്മുടെ മൾട്ടിഗ്രെയിൻ പൗഡർ, അമൃതം പൊടിയുടെ കുറച്ചും കൂടിയും മധുരമില്ലാത്തൊരു വേർഷൻ കിട്ടും. അമൃതം പൊടി ഇവന് കൊടുക്കും ഞാൻ. പക്ഷേ ഇത്തവണ വീട്ടിൽ പോയിട്ടില്ല. അപ്പോൾ വീട്ടിൽ പോയാൽ വേണം എനിക്കത് എടുക്കാനായിട്ട്. എനിക്ക് ശരിക്കും കുറേ ലൈഫിൽ കുറേ ചേഞ്ചായി ശരിക്കും. എനിക്ക് തന്നെ ചിന്തിക്കുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എവിടെ ഇരുന്നായിരുന്നു ഞാനിപ്പോൾ എവിടെ എത്തി. എൻ്റെ മനസ്സിലിപ്പോഴും സ്ട്രഗിൾ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ആ പി എച്ച് ഡി കാലത്ത് ഞാൻ അനുഭവിച്ച പ്രഷറും, പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ലൈഫ് ഇൻ പോണ്ടിച്ചേരി, പിന്നെ ഞാൻ ബാംഗ്ലൂർക്ക് മാറി, പിന്നെ അവിടെ നിന്ന് ഞാൻ എറണാകുളത്തേക്ക് വന്നു. ശരിക്കും നമ്മുടെ ഡ്രീമായിരുന്നല്ലോ നമ്മുടെ ഗാലറി എന്ന് പറയുന്നത്. പക്ഷേ ആ ഗാലറി ഉണ്ടാക്കാൻ ഇത്രയും സമയമെടുത്തു. അതായത് ഗാലറി ഉണ്ടാക്കാനുള്ള സമയത്തിനേക്കാൾ കൂടുതൽ ഫൈനലി നമ്മളൊന്ന് സമാധാനമായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഇത്രയും സമയം എടുത്തു എന്ന് പറയേണ്ടി വരും. ഇടയ്ക്ക് ലൊക്കേഷൻ മാറിയത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ശബ്ദം ഭയങ്കരമായിരുന്നു. പിന്നെ വെളിച്ചം പോയി തുടങ്ങി. അത് കാരണം ഞാൻ അകത്തേക്ക് കയറിയത്.
ശരിക്കും രണ്ടാമത്തെ റൗണ്ട് ക്യാമറ എടുത്ത് വയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻഹിബിഷനായിരുന്നു. ഇനി ഞാൻ വീഡിയോ ഇടണോ, ഇതൊക്കെ ഇനി ആവശ്യമുണ്ടോ എന്നുള്ള. പിന്നെ എനിക്ക് തോന്നി ഇത് ആവശ്യമല്ല. ഒരു കാലത്ത് ഞാൻ വീഡിയോ ഇട്ടിരുന്നത്, ആദ്യം തുടക്കത്തിൽ വീഡിയോ ഇടുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ വീഡിയോ ഇടുന്നത് എനിക്കൊരു മെമ്മറി ആവുന്നു. പിന്നെ ഒരിടയ്ക്ക് എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ്, കുറേ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കയറിയപ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര ആഗ്രഹമായി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കയറിയാൽ നല്ലതായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു ടെംപ്ലേറ്റ് വീഡിയോസ് ഞാൻ കുറേ ഇറക്കി. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും എനിക്ക് അത്രയും സന്തോഷത്തോടു കൂടി അത് പറയണമെന്നുണ്ട്. പക്ഷേ ആ ഒരു സന്തോഷം, എനർജി, ദോ ഐ എം വെരി ഹാപ്പി, ഞാൻ ശരിക്കും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ വെൻ ഐ ടേൺ ബാക്ക്, ഞാൻ ഒരു കാലത്ത് നമ്മൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ള ചെക്ക് ലിസ്റ്റിൽ എല്ലാ ചെക്ക് ലിസ്റ്റുകളും കഴിഞ്ഞു. ഇനി പുതിയ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതിലെന്തൊക്കെ ഞാൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇനി അടുത്തത് ഞാൻ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വീഡിയോ എടുക്കാമെന്നുള്ളതിൻ്റെ റീസൺ, അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം കോളേജിൽ നിന്ന് തിരിച്ചു വരാൻ നേരത്ത് ഇപ്പോൾ ഞാൻ വീഡിയോ ഇടാം, എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള റീസൺ വിജയലക്ഷ്മി എന്ന് പറഞ്ഞ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ മാമാണ് കേട്ടോ. അപ്പോൾ വിജി മാം ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് തന്ന മോട്ടിവേഷൻ ശരിക്കും ഇറ്റ് റിയലി വർക്ക്ഡ്. അപ്പോൾ മാം എൻ്റെ അടുത്ത് പറഞ്ഞു, ഗ്രീമ ഇപ്പോൾ എന്തായാലും കുറച്ച് സമയം കിട്ടാൻ പോവുകയാണ്, അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ എടുക്കണം, അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും വീഡിയോ സേവ് ചെയ്ത് വെക്കണം, അത് ഗ്രീമയ്ക്ക് ഇഷ്ടമല്ലേ, അത് ചെയ്യണം എന്ന് പറഞ്ഞു. വേറെയും കുറേ എന്തൊക്കെയോ എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ വിചാരിച്ച് വിജിനസ് പറയുമെന്ന് പറഞ്ഞിട്ട് ഞാനിതൊന്നും ചെയ്യാൻ പോകണില്ല. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതായത് എനിക്ക് ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ യൂണിവേഴ്സിറ്റി പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചെന്നിട്ടുള്ള സോഷ്യലൈസിങ്, അത് സംസാരിക്കുന്നത് മലയാളത്തിൽ ഞാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ അടുത്തിരുന്ന് സംസാരിക്കുന്നു. അത് ചിലപ്പോൾ നമ്മൾ രാഷ്ട്രീയമായിരിക്കും, സാമൂഹികപരമായ വിഷയങ്ങളായിരിക്കും, അല്ലെങ്കിൽ വി മേ സ്പീക്ക് അബൌട്ട് ഗോസിപ്പായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ പിള്ളേരെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എക്സാമിനെ കുറിച്ച്, അല്ലെങ്കിൽ കോൺഫറൻസസോ മീറ്റിങ്ങോ സെമിനാർ എന്തെങ്കിലും കുറിച്ച് നമുക്ക് എല്ലാ ദിവസവും സംസാരിക്കാനുണ്ടാവും. അത് നല്ല രസമായിരുന്നു ശരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഇതേ ഒരു ഫീലാണ് എനിക്ക് ക്യാമറ തന്നുകൊണ്ടിരുന്നത്. ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നും നീ ഓക്കെ അല്ലേ, നീ ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നും ഞാൻ ആരടുത്തോ ഒരു ആളെടുത്തോ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയാണ്, സംസാരിക്കുകയാണ് എന്നുള്ള രീതിക്ക്. പിന്നെ ബേബി ഉള്ളത് ഒരു എക്സ്ക്യൂസായിട്ട് ഞാൻ കുറേ കാലം വീഡിയോ ഇടാതിരിക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും ബേബി ഒരു എക്സ്ക്യൂസ് ആണോ എന്ന് ചോദിച്ചാൽ ബേബി ഒരു റീസണാണ്. പല ആളുകളും പറയും കുട്ടി ഉള്ളത് ഒരു എക്സ്ക്യൂസായിട്ട് പല ആളുകളും പറയും. ഇതെന്ന് എനിക്ക് മനസ്സിലായത്, സിൻസിയർലി ഞാൻ പറഞ്ഞാൽ കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഗെയിം ചേഞ്ചറാണ് നമ്മുടെ മൊത്തം ലൈഫിൽ. എനിക്കറിയില്ല ആളുകൾ എങ്ങനെയാണ്, അതൊന്നും സാരമില്ല അതൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ശരിക്കും ഇതൊരു ഇന്നത്തെയാണോ ഇന്നലത്തെയാണോ കരീന കപൂറിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ചില ആളുകൾ പറയും ഫാമിലിയും കല്യാണം, മാരേജ്, ഡിവോഴ്സും ഇതൊക്കെയും നമുക്ക് വരുന്നത് വരെ നമുക്കിതൊരു ഇറ്റ്സ് ജസ്റ്റ് എ മാരേജ് എന്നുള്ളൊരു ഫീലാണ്. അത് ശരിക്കും നമ്മൾ കല്യാണം കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ചേഞ്ച്. എല്ലാ ചേഞ്ചും ഞാൻ നല്ലോണം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമെന്ന് വിചാരിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചു വയറ്റിൽ വന്നത് മുതൽ ഇപ്പം അവന് 1 വയസ്സും 3 മാസം ആയിട്ടില്ലേ, 3 മാസം ആവാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഈ ഒരു 14 months ഓഫ് ബേബിയും പിന്നെ എൻ്റെ പ്രഗ്നൻസി ജേർണി ഓഫ് 9 months എനിക്ക് തന്നിട്ടുള്ള ടോൾ ശരിക്കും ചില്ലറയല്ല. അതെൻ്റെ ലൈഫിന് മൊത്തത്തിൽ അപ്സൈഡ് ഡൗൺ ആക്കി കളഞ്ഞു. ലൈഫും ഫ്രണ്ട്സും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും ഒക്കെ മാറ്റി. ദോ മൈ ബേബി ഈസ് വെരി കാം, എൻ്റെ മോൻ ഭയങ്കര സമാധാനമുള്ള ചെക്കനാണ്. അത്ര വലിയ അങ്കപ്പാടിനൊന്നും എനിക്കറിയില്ല കുട്ടികളെ എങ്ങനെയാണെന്ന് ശരിക്കും അധികം. കാരണം എൻ്റെ വീട്ടിലെ മൂത്താളും ഞാനാ, ഇതാണ് എൻ്റെ ഒരു മോൻ. പിന്നെ ബാക്കി എൻ്റെ കസിൻ ചേച്ചിമാർക്കും കസിൻ ബ്രദേഴ്സിനൊക്കെ കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ കുട്ടികൾ എന്തുമാത്രം വികൃതികളാണെന്നൊന്നും ജഡ്ജ് ചെയ്യാനായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഇതൊരു ചേഞ്ച് തന്നെ ശരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് എല്ലാ ചേഞ്ചിനെയും നമ്മളത് ശരിക്കും അതിനങ്ങ് ഉൾക്കൊണ്ട് അത് മുന്നോട്ട് പോകുമ്പോൾ അത് നല്ല രസമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളതല്ലാണ്ട് ചേഞ്ച് ഉണ്ടായാലും എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെ പോകണമെന്ന് പറഞ്ഞാൽ നമ്മളതിന് എത്ര എഫേർട്ട് ഇട്ടായാലും നടക്കില്ല. ഞാൻ ശരിക്കും ഇത്രയും കാലം പഴയ ഞാൻ തിരിച്ചു വരുന്നത് കാത്തിട്ടിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു ദിവസം നേരം വിളിക്കുമ്പോൾ പഴയ ഞാൻ അങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ടാവുന്നു. പക്ഷേ പിന്നെ എനിക്കിപ്പോൾ മനസ്സിലായി അങ്ങനെ പഴയ ഞാൻ പെട്ടെന്നൊന്നും വരില്ല. ഇതിപ്പോൾ പുതിയ ഞാനായി, ഇനി പഴയയിലേക്ക് പോകാനായിട്ട് എനിക്കൊരു ചാൻസ് ഇല്ല. അതായത് എൻ്റെ ലൈഫിലൊരു ഭയങ്കര ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. പൊട്ട ബ്രേക്കപ്പ്. ആ ബ്രേക്കപ്പ് ഉണ്ടായ സമയത്ത് ഞാൻ അങ്ങനെ വിചാരിച്ചു അത് ഭയങ്കര ഡിപ്രഷനിൽ പോയി. ഞാൻ കട്ട് ഓഫായിരുന്നു.
ആ സമയത്ത് മൊത്തം ലൈഫ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര മോശം സ്റ്റേജിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞ് എനിക്ക് പഴയ ഞാനാവുന്നു. പക്ഷെ അത് പഴയ ഞാൻ പിന്നെ ആയില്ല. ഒരെണ്ണം ഷുവറാലോ. ആ പഴയ ഞാനിലേക്ക് പിന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ശരിക്കും ഉണ്ടായില്ല. പഴയ ഞാൻ വരും വേറൊരു പുതിയ ഞാൻ. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്, ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഞാൻ കുറച്ച് നേരത്തെ ഞാൻ മുന്നൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ക്രിഞ്ച് അടിച്ചു. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്തുട്ട് വീഡിയോസാണ് ഞാൻ ഇത്രയും കാലം പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാലും അറ്റ്ലീസ്റ്റ് ഐ പോസ്റ്റഡ് സംതിങ് എന്നുള്ളതിൽ എനിക്ക് എന്നോട് തന്നെ കുറച്ച് സന്തോഷം തോന്നി. ഐ വാസ് ലിറ്റിൽ കോൺസ്റ്റൻറ്റ് ആ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ എന്നുള്ളതിൽ. ഇത് വായിക്കണോ? ശരിക്കും ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഇൻ ഫ്യൂച്ചറിൽ ഇഫ് യു ആർ ഗെറ്റിംഗ് മാരീഡ് ഓർ അങ്ങനെ കല്യാണം കഴിക്കാനൊക്കെ പ്ലാൻ ഞാൻ ശരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഐ മീൻ കുട്ടികൾക്കൊക്കെ വിചാരിക്കും, നിങ്ങളുടെയൊക്കെ പാരൻസ് പറയും ഇത് പഠിച്ച് അങ്ങോട്ട് പോകണം എന്നൊക്കെ പറയുന്ന പാരൻസിൻ്റെ ഒരു 10 വർഷം പഴയ പാരൻ്റായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതായത് എനിക്ക് 10 വർഷം പഴയ കാലഘട്ടം, ചിലപ്പോൾ എൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രശ്നമായിരിക്കും. നമ്മൾ ഈ 90s എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് ജനിച്ച് ഒരു 10-22 വയസ്സാകുമ്പോഴത്തേനും എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. അന്നൊക്കെ 24 വയസ്സെന്ന് തന്നെ പറയുന്നത് ഭയങ്കര കുറേയാണ്. 24 വയസ്സൊക്കെ വയസ്സായി. എൻ്റെ ഒരു കസിൻ ചേച്ചി അന്ന് അവൾ 24 വയസ്സായിട്ട് അവളെ കല്യാണം ആലോചിച്ച് പലതും മുടങ്ങുന്നുണ്ടായിരുന്നു. അതിന് പലരും കാര്യം പറഞ്ഞത് 24 വയസ്സായില്ലേ, നല്ലോണം വയസ്സായി എന്ന രീതിക്ക്. ഇവൻ ഞാൻ വിചാരിച്ചു എടാ പേപ്പർ തന്നെയല്ലടാ, നമുക്ക് അതൊന്ന് പറഞ്ഞു തരും. ശരി തരുമോ? താങ്ക് യു, ഗുഡ് ബോയ്. അപ്പം അന്നൊക്കെ ഞാൻ വിചാരിച്ചു 24 വയസ്സ് എന്തോ ഭയങ്കരമായിട്ടുള്ളൊരു വയസ്സാണ് എന്ന്. പക്ഷെ ഇപ്പോൾ 24 വയസ്സ് എനിക്ക് 10 കൊല്ലം മുമ്പായിരുന്നു. ഇപ്പം ഈ പ്രായത്തിലിരുന്ന് ഞാൻ ആലോചിക്കുക, അന്ന് ഞാൻ വിചാരിച്ച സംഭവങ്ങളൊന്നുമല്ല ശരിക്കുള്ളത്. ഓക്കെ, ഞാൻ ടോപ്പിക്കിൽ നിന്നൊക്കെ പോയി ഞാൻ പറയാൻ വന്നത്, അന്നത്തെ പാരൻസിന് പെട്ടെന്ന് നമ്മൾ കല്യാണം കഴിക്കണം, പെട്ടെന്ന് നമ്മൾ കുട്ടികളുണ്ടാക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു. പക്ഷെ കുട്ടി ഉണ്ടാവൽ നമ്മുടെ ലൈഫിനെ മൊത്തത്തിൽ ശരിക്കും മാറ്റും. ഞാനിത് പിന്നെയും പറയുന്നുണ്ടെങ്കിൽ അതെനിക്ക് വളരെയധികം ഇമ്പാക്റ്റ് തന്നൊരു സംഭവമായിരുന്നു. അതിൻ്റെ അർത്ഥം എനിക്ക് ഇതിനിഷ്ടമില്ല എന്നല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എൻ്റെ മോൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലേക്കുള്ള ഒരു ജേണിയൊക്കെയും വല്ലാത്ത ജേണി ആയിരുന്നു. അപ്പോൾ അവനോട് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ അവൻ വന്നപ്പോൾ ഞാൻ എന്തായിരുന്നു എന്നുള്ളത്. ഒരുപക്ഷെ ഞാനങ്ങനെ ഒരാൾക്കും അങ്ങനെ പ്രത്യേകിച്ച് നിയമങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുമെന്ന് വിചാരിച്ച് ജീവിച്ചു എന്നല്ല, എനിക്കിഷ്ടം പോലെ ജീവിച്ചു. പക്ഷെ എപ്പോഴും എനിക്ക് തോന്നുന്നു നമുക്ക് തന്നെ ഒരുപാട് ഫ്രീഡം കൊടുത്ത് ജീവിക്കുമ്പോൾ ആ ഫ്രീഡത്തിൻ്റെ ലിമിറ്റ്സ് നമ്മൾ തന്നെ വെക്കും. വേറെ ആരും നമുക്ക് ലിമിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ തന്നെ നമ്മുടെ ഫ്രീഡത്തിൻ്റെ ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലത് നല്ലതാണെന്ന് തോന്നുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അത്രയും ബ്രേക്ക് ചെയ്യില്ലേ, കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ അച്ഛനും അമ്മയൊക്കെയും. ഒരു നല്ലൊരു കാലത്തോളം തിരിഞ്ഞ് തന്നെ നോക്കാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങനെ ഇപ്പം എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സങ്കടം വരുന്ന കുറേ കാലമൊക്കെ ഉണ്ട്. പക്ഷേ ആ സമയത്ത് സർവൈവ് ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ കട്ട് ചെയ്ത വാക്ക് തിരിഞ്ഞ് തന്നെ നോക്കാൻ അന്ന് ഉണ്ട്, എല്ലാവരും ഉണ്ട്. എനിക്ക് അച്ഛനമ്മയും പാരൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാണ്ട് ജീവിക്കുമ്പോൾ അവർക്ക് നമ്മളോട് അത്ര സ്നേഹം തോന്നുന്നില്ല. അതായത് അവർ പറയുന്നത് തിരിച്ചു വാ, കല്യാണം കഴിക്കുക, കൊച്ചുങ്ങളൊക്കെ ഉണ്ടാക്കുക, എന്തിനാ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പം ഞാൻ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ ഞാൻ പിന്നെയുള്ള വല്ല വീഡിയോയിലും പറയാം. കാരണം ഇന്നിപ്പോൾ എനിക്ക് എല്ലാം കൂടി ഇതിനകത്ത് ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു സമയം അത് ഭയങ്കര ക്രൂഷ്യലായിരുന്നു. ഈ ബാഗേജൊക്കെ നമ്മുടെ ഈ തലയിലുണ്ടായിരുന്നത് പിന്നീടുള്ള നമ്മുടെ ലൈഫിലെ കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തും. അതായത് ഞാൻ എൻ്റെ മോൻ്റെ പിറന്നാൾ, ഞാനിപ്പോൾ 1 വയസ്സായിട്ട്, ഞാൻ 1 വയസ്സിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ അഗെയിൻ ഐ കുഡ്ന്റ് ടേക്ക് എനി വീഡിയോസ്. ഒന്നാമത്തെ വീഡിയോ അന്ന് ഞാൻ ഫോണിൽ എന്തോ റീല് പോലെ എടുത്തു എന്ന് തോന്നുന്നു. ഈ ക്യാമറ ഞാൻ തൊട്ടിട്ടില്ല എന്നല്ല, ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് തന്ന ക്യാമറയാണത്. പക്ഷേ ഐ ഡിഡ്ന്റ് ഈവൻ ടച്ച് മൈ ക്യാമറ. അത് ഭയങ്കര അത്ഭുതമായിട്ട് എനിക്കിടയ്ക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ബേബി എവിടെ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ, കണക്ഷനൊക്കെ പോയിക്കൊണ്ടിരിക്കുക. പഴയ പോലെ എനിക്ക് സംസാരിക്കാനൊരു എനർജി വരുന്നില്ല. ഞാൻ പറഞ്ഞു എന്ത്, നമ്മൾ തീരുമാനം എടുത്ത് കുറേ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുമ്പോൾ അത് വർക്കാവും. കുറേയൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ വർക്കാവും. കാരണം നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കൊക്കെ ഇല്ലേ, അത് ദൈവം എന്ന് പറഞ്ഞ ഒരാളെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കാണുന്നുണ്ടാവും. പിന്നെ ഈവൻ വീഡിയോ ഞാൻ ഇടണമെന്ന് വിചാരിച്ചതല്ല കുറേ കാലം. പക്ഷേ വിജയലക്ഷ്മി എന്ന് പറഞ്ഞ മാമാണ് എൻ്റെ അടുത്ത് ഗ്രീമ വീഡിയോ ഇട്, ദാറ്റ് വിൽ ബി ഗ്രേറ്റ് എന്നുള്ളൊരു ഐഡിയ എനിക്ക് തന്നത്. നമ്മളിനി എന്താണ് പറയുക, യു ഹാവ് എനിത്തിങ് ടു സേ? നമുക്ക് കേക്ക് ഉണ്ടാക്കിയത് കാണിച്ചു കൊടുത്താലോ? ആക്ച്വലി ഞാൻ പറഞ്ഞതിൽ തീരെ ഓർഗനൈസ്ഡ് അല്ലാണ്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്.
അതിൻ്റെ പാരില്ല കേട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. പക്ഷേ ഒന്ന് കിട്ടുന്നില്ല. ഞാൻ എന്തിട്ട് പറഞ്ഞത് വരെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. ചിലപ്പോൾ ഇനി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഹാർട്ട് ടു ഹാർട്ടായിട്ട് ഞാൻ ആരുടെ അടുത്ത് സംസാരിക്കാറില്ല. സംസാരിക്കും കേട്ടോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ സംസാരിക്കും. ക്യാമറയുടെ മുമ്പിൽ ഞാൻ അങ്ങനെ അധികം സംസാരിക്കാറില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഫിൽറ്റേഡ് ആവുമോ, ഫിൽറ്റേഡ് ചെയ്യണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് അത് ആർക്കെങ്കിലൊക്കെ വിഷമാവോ. പക്ഷെ പിന്നെ എനിക്ക് തോന്നി തുടങ്ങി, ഞാൻ പണ്ട് ഭയങ്കര ചെറുതിൽ ജേണലല്ല അന്ന് ഡയറി എന്ന് അതിന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ദിവസം അന്നപ്പൻ ജ്വല്ലറിന്ന് തിരിച്ചു വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ അപ്പൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ എനിക്കൊരു ഇത് തന്നു, ഒരു ജ്വല്ലറി ആയിരുന്നപ്പോഴാണോ അത് സൗദിയിലായിരുന്നപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം എനിക്കൊരു ഡയറി തന്നു. അമ്മ പറയട്ടെ, നീ പറയണ്ടോ? ഓക്കെ, അന്ന് അപ്പൻ എനിക്കൊരു ഡയറി തന്നിട്ട് പറഞ്ഞു എല്ലാ ദിവസവും ഇതിൽ എഴുതണം, ഞാൻ ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ എൻ്റെ അപ്പച്ചൻ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം അമ്മയ്ക്കൊരു ഡയറി തന്നിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ ഇതിനകത്ത് എന്താ ഇതുണ്ടെന്ന്. കാരണം സ്കൂളിൽ കുട്ടികൾ അത് കുറേ റഫ് ബുക്കായിട്ട് യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ ഐ ഹാഡ് നോ ഐഡിയ ഇതിനകത്ത് ഞാൻ എന്താ എഴുതാൻ പോവാന്ന്. ഓക്കെ, ദെൻ അമ്മ വിചാരിച്ചു അതിനകത്ത് അപ്പം പറഞ്ഞ മാതിരി ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് കുളിച്ചു, പല്ല് തേച്ചു, ദെൻ ഞാൻ ഷിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ പോയി തിരിച്ചു വന്ന് പലഹാരം കഴിച്ചു. പലഹാരം എന്ന് പറയാറില്ലായിരുന്നു, അതിന് വേറെ വാക്കൊക്കെയാണ്. അത് ചിലപ്പോൾ കുറച്ച് ക്രിഞ്ചാവും അത് ഞാൻ ഉപയോഗിച്ചു. ഇതൊക്കെ തന്നെയായിരുന്നു റിപ്പീറ്റഡ് ആയിട്ട് എഴുതിണ്ടായിരുന്നത്. അന്നതെന്തോ ഒരു ക്രിഞ്ച് ബുക്ക് പോലെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 3ാം ക്ലാസ്സിൽ 4ലൊക്കെ ഞാൻ എഴുതിയിരുന്ന ഡയറി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഞാൻ ഇതൊക്കെ അന്നൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചല്ലേ എന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ദിവസം ഇനി റെക്കോർഡ് ചെയ്ത് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കരുതി കുറച്ച് അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോയും വർത്താനം എനിക്ക് വേറെ പറയാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഗാലറിയിലെത്താം ഇനി കുറച്ച് കാലം. അപ്പം ഞാൻ വേറെ ആളുകളെയൊക്കെ കാണൽ കുറവായിരിക്കും. അപ്പം ഞാൻ കരുതി ക്യാമറേനകത്ത് പറഞ്ഞിട്ട് ഇത് വീഡിയോ ആരൊക്കെ കാണുന്നവരെ എനിക്കറിയില്ല, ഒരു 100 പേരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത്രയും 100 പേരെടുത്ത് എനിക്കിത് പറയാമല്ലോ എന്ന് ആലോചിച്ചിട്ട് നമുക്ക് നമ്മളുണ്ടാക്കി കേക്ക് പുറത്തേക്ക് എടുത്താലോ. അമ്മ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ വനസീത കേക്ക് ഞാനിന്ന് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നിന്നെ ഒന്ന് ഞാൻ താഴെ വെച്ചോട്ടെ, എന്നാലും നമുക്ക് കേക്ക് എടുക്കാൻ പറ്റുള്ളൂ. താഴെ വെച്ചോട്ടെ അമ്മ. ഓട്സും ചോക്ലേറ്റും മാത്രം ഇട്ടിട്ടുള്ള ഒരു കേക്കാട്ടെ. ഇഷ്ടമായോടാ? ഡിഡ് യു ലൈക്ക് ഇറ്റ്? കേക്ക് ഇഷ്ടമായോ അമ്മ ഉണ്ടാക്കിയത്? അമ്മ ഉണ്ടാക്കിയ കേക്ക് ഇഷ്ടം? യു വാണ്ട് ടു ട്രൈ ഇറ്റ്? കുറച്ച് തരട്ടെ അമ്മ? കുറച്ചുകൂടെ തരട്ടെ? ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത കാര്യം. അയ്യോ, ഇത് കേക്കിലിടല്ലേ, നമുക്ക് തിന്നാളല്ലേ ഇത്. കുറച്ചുകൂടി വേണം. മധുരമില്ല അല്ല, അമ്മ ഷുഗറൊന്നും ഇട്ടിട്ടില്ലടാ. അത്ര ഒരു ഇഷ്ടമായില്ല. മേ ബി ഞാൻ തന്നെ കഴിക്കുമായിരിക്കും. നമുക്കൊരു കേക്കിൻ്റെ സ്ലൈസ് എടുത്താലോ ജോടാ? ഇതെൻ്റെ തരം ഒരു കേക്ക് പ്രിപ്പറേഷൻ കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. ഇതിനകത്ത് പഴവും ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ എപ്പോഴെങ്കിലും ഞാനൊരു വീഡിയോയിൽ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചിട്ട് ഉണ്ടാക്കാം. പക്ഷേ എനിക്കങ്ങനെ ഒരു കുക്കിംഗ് സ്റ്റുഡിയോ ഒന്നുമില്ല. അപ്പോൾ ഉള്ള പോലെയൊക്കെ തന്നെ ഞാൻ കുക്ക് ചെയ്യുന്നതാണ്. അത് നിൻ്റെ മരുന്നല്ലേ? ആ മരുന്ന് അവിടെ വെച്ചേ. മരുന്ന് കുടിക്കണം, മരുന്ന് തരണം അമ്മ. മരുന്ന് തരും അമ്മ, വായിൽ തരും. തരട്ടെ? അതെന്താ തരണ്ടാത്തെ? തരട്ടെ? തുറന്ന് കാണിക്കാം. ഏതായാലും മരുന്നെടുത്തല്ലേ കുറച്ച്. പിന്നെ ഇതിനെടുത്ത് കൊടുത്തേ. എടാ കഴിക്കേണ്ട നേരായി. അതാ നിനക്ക് തന്നെ പോയിട്ട് മരുന്നെടുക്കാൻ തോന്നിയത്. നിനക്ക് തന്നെ തോന്നിയില്ലേ? അതെന്താ കാരണം? നിനക്ക് മനസ്സിലായി മരുന്ന് കഴിക്കേണ്ട നേരായി. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ നല്ല രസമായിട്ടോ ബേബി. ബേബി ഉള്ളത് ഇങ്ങനെയൊക്കെ കുറേ രസമുണ്ട് കേട്ടോ. നമുക്ക് ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഞാനും ബേബി മാത്രമേ ഉള്ളൂ. മെയ്ഡ് വന്ന് പോയി. അശ്വിൻ കുറച്ച് ജോലിയൊക്കെ ആയിട്ട് അവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോയിക്കാം. അപ്പോൾ ഞാനുണ്ട്, ഇവനുണ്ട്, ഗുണ്ടപ്പനുണ്ട്. നമ്മൾ ഗുണ്ടപ്പനെ കാണിച്ചു തരാം കേട്ടോ. ഗുണ്ടപ്പനൊക്കെ ഉഷാറായി. അവന് കേരള വന്നിട്ട് കുറച്ചൊക്കെ സെറ്റായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഗുണ്ടപ്പനും കംപ്ലീറ്റ്ലി കേരളത്തിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് 2 years ആയി. ശരിക്കും 2 years ആയിട്ട് എൻ്റെ ഗുണ്ടപ്പനും കേരളത്തിൽ വന്നിട്ടായി. അമ്മയും കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ 2 years ആയി അല്ലേ? അത് കടിക്കണോ? എന്നാ കുറച്ചോ. ഇത് നല്ല രസമാണ് കേട്ടോ. ഞാൻ അങ്ങനെ വിചാരിക്കായിരുന്നു ഇടയ്ക്ക്. എന്താപ്പോൾ ഞാൻ പറയുക, ബേബി വരുന്നതിന് മുന്നത്തെ ലൈഫും ബേബിക്ക് അപ്പുറം ആദ്യമൊക്കെ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തതിൻ്റെ കാര്യം ഇപ്പോൾ ലേശം വലുതായി. 14 months എന്നൊക്കെ പറയുമ്പോൾ അവൻ നമ്മളെ ഇങ്ങോട്ട് കുറേ സ്നേഹിക്കാൻ തുടങ്ങുന്ന ഒരു ടൈമായി. അതായത് ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഉമ്മയൊക്കെ തരും, കെട്ടിപ്പിടിക്കും. പിന്നെ ഇങ്ങനെ വർത്താനൊക്കെ പറയുമ്പോൾ അവന് മനസ്സിലാവും
ഇവിടെ എന്തൊക്കെ അമ്മ ചെയ്യുന്നുണ്ട്, അത് ഞാൻ കൂടെ ഒന്ന് ഒബ്സർവ് ചെയ്തേക്കാമെന്ന്. അത് ഞാൻ വിചാരിച്ച വീഡിയോ ഇനി എടുക്കണ്ട, അവന് ഭാവിയിൽ വലുതാകുമ്പോൾ അവനതൊരു ക്രിഞ്ച് വീഡിയോ ആയി തോന്നിക്കഴിഞ്ഞാലത്. പിന്നെ എനിക്ക് തോന്നി അവന് ഇതൊക്കെ നല്ല ഇഷ്ടമുണ്ട്, ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ കൂടി ഇരിക്കുന്നുണ്ട്, വലിയ അംഗമൊന്നും വെട്ടണില്ല. അപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ ഒന്നിട്ട് ഞാൻ പറയാൻ വന്ന ഏറ്റവും വലിയ കാര്യം, നിങ്ങളാരും എടുത്തു പിടിച്ചിട്ടൊന്നും കല്യാണം കഴിച്ച് ഫാമിലിയാക്കി കൊച്ചുണ്ടാക്കാമെന്ന് വിചാരിക്കരുത്. അത് രസമില്ല എന്നല്ല, അതും കുഴപ്പമില്ല, അതിൻ്റെ രസമുണ്ട്. പക്ഷെ അതിന് മുമ്പ് ഞാൻ എപ്പോഴും ചെറിഷ് ചെയ്യുന്ന എൻ്റെ ഒരു ടൈം മേ ബി എൻ്റെ ഒരു 20 to 29. I got married when I was 29. 29 ഞാൻ കല്യാണം കഴിക്കണം. ആ 29 വരെ ഞാൻ ആ ലൈഫിലോ എനിക്കിപ്പോൾ അതിന് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ലൈഫിൽ നടന്നു. ഒരു വേൾഡ് വെൻറ്റ് കുറേ കാര്യങ്ങൾ, അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, അത് പഠിക്കുന്നു ഇത് പഠിക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ റിസൾട്ട് നോക്കുമ്പോൾ അതിൻ്റെ മൊത്തം ഗ്രേഡ് നല്ലതായിരുന്നു എന്ന് ഇപ്പം എനിക്ക് ഇടയ്ക്ക് തോന്നുന്നുണ്ട്. ഒരു ഇമ്പൾസീവ് ഡിസിഷനിൽ ഞാൻ വിചാരിച്ചു എന്നാൽ PhD ചെയ്തേക്കാമെന്നുള്ള, അങ്ങനെ PhD ചെയ്യാൻ പോയ ഒരാളായിരുന്നു ശരിക്കും ഞാൻ. ചെയ്തു, പിന്നെ ഗ്രേഡ് നല്ലതായിരുന്നു, അത് കാരണം വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ ലൈഫിൽ പല കാര്യങ്ങളും, ഈവൻ ഇൻ ബിറ്റ്വീനിലുള്ള റിലേഷൻഷിപ്സ് ആയാലും ഫ്രണ്ട്ഷിപ്സ് ഉണ്ട്. ഞാൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും പ്രണയം മാത്രമല്ല റിലേഷൻഷിപ്പ്, അതിനകത്ത് ഫ്രണ്ട്ഷിപ്സും ചില നമ്മുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും ഡെപ്ത് ഉള്ളത് ഫ്രണ്ട്ഷിപ്പാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഫ്രണ്ട്ഷിപ്പിൽ തന്നെ കുറേ ബ്രേക്കപ്പുകൾ വരും. നമുക്ക് കുറേ ഫ്രണ്ട്സ് ഓരോ കാലഘട്ടത്തിലുണ്ടാവും, അത് കഴിഞ്ഞിട്ട് ആ ഫ്രണ്ട്സ് അങ്ങോട്ട് പോവും. ആലോചിക്കുമ്പോൾ എന്തൊക്കെ നടന്നതെന്ന് എനിക്ക്. ഇതിപ്പോൾ ഞാനൊരു എന്താ പറയുക, ഒരു ഇൻട്രോ വീഡിയോ പറയുന്നൊക്കെ പോലെ ഉണ്ട്, ഞാൻ എന്തൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് കാലം വാട്ട് ഐ വാസ് ഡൂയിങ് എന്നൊക്കെ ഉള്ളത്. ഒരടുക്കും ചിട്ടില്ലാണ്ടല്ലേ പറയുന്നത് ശരിക്കും. സാറില്ല, മേ ബി ഫ്രം നെക്സ്റ്റ് വീഡിയോ ഐ ട്രൈ ടു ഒന്ന് ഒരു വിഷ്വലൈസ് ചെയ്ത് ചാർട്ടൊക്കെ ഉണ്ടാക്കി ചെയ്യാം. ഇത് ഞാൻ മൊത്തം നാച്ചുറലായിട്ട് അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. ഇത് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴേ നമുക്കൊരത്ര സ്ട്രെസ്സൊന്നുമില്ല. ഇത് ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ ചിലപ്പോൾ എനിക്കിനെ തോന്നുന്നു ഇത് എന്ത് ക്രിഞ്ചാണ് ഞാൻ ചെയ്തതെന്ന്. അതുകൊണ്ട് എനിക്ക് പോസ്റ്റ് ചെയ്യാനൊന്നും വലിയ ധാരണയൊന്നുമില്ല. ഇവൻ അവിടെ താഴെ ഇരിക്കുന്നത് നമുക്ക് കാണിച്ചു കേട്ടോ, കണ്ടോ അവിടെ ചെയ്തു. ഞാനിപ്പോൾ എൻ്റെ എയർ ഫ്രയറിൻ്റെ മുകളിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഈ കേക്ക് ഉണ്ടാക്കിയത് ഞാൻ എയർ ഫ്രയറിലാണ്. നമുക്ക് കേക്ക് കഴിച്ചിട്ട് ഒരു കാപ്പിയൊക്കെ എടുത്തിട്ട് സംസാരിച്ചാലോ? I'm a little hungry. കേക്കൊക്കെ എടുത്ത് വന്നിട്ട് എനിക്ക് എൻ്റെ കോഫി ടേബിൾ വെച്ച് കഴിക്കാൻ പറ്റില്ല, ബാക്കിലുള്ള ആളുടെ കൂടെ ഇരുന്ന് കഴിച്ചില്ലെങ്കിൽ ഞാൻ ആകെ സങ്കടം. ഞാൻ എൻ്റെ ഹാർമോണിയത്തിൻ്റെ മുകളിൽ കേക്ക് വെച്ചോട്ടേടാ, ഇസ് ദാറ്റ് ഓക്കെ ഫോർ യു? അവനും ഓക്കെ ഇരിക്കുന്നുണ്ട്. അവൻ പറയുന്നത് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലൈഫ് മൊത്തം ഇവൻ വന്ന ചേഞ്ച് ആവും. ഇവനല്ല, ഏതവനോ അവളോ മൊത്തം നമ്മൾ ലൈഫ് ചേഞ്ച് ആവും. എനിക്കിഷ്ടമാണ് അമ്മയുടെ കേക്ക്. ആണോ ഒരു പീസ് തട്ടെ, ട്രൈ ചെയ്ത് നോക്ക്. ചോക്ലേറ്റാ, പതുക്കെ താഴെ ഇടട്ടാ, താഴെ കഴിച്ചു നോക്ക്. താങ്ക് ഗോഡ് കഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ അടുത്തായിട്ട് ശരിക്കും കുക്കിംഗ് ഒക്കെയും ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളായത്. കാരണം എന്ത് പറ്റി എന്തോട് പ്രശ്നം? വീണോ? അമ്മ കഴിച്ചോളാം, താഴെ വീണതല്ലേ. ഞാനിപ്പോൾ ഇപ്പോഴാണ് കുക്കിങ്ങൊക്കെ ശരിക്കും ചെയ്തു തുടങ്ങിയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. പക്ഷേ പണ്ടൊക്കെ ഞാൻ വിചാരിക്കും ഞാനൊക്കെ എന്തിനാണ് കേക്ക് ഉണ്ടാക്കുന്നത്, കേക്ക് കടയിൽ നിന്ന് മേടിച്ചാൽ മതിയല്ലേ, എന്തിനാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് കേക്ക് ഉണ്ടാക്കുന്നതെന്നൊക്കെ. യു വാണ്ട് ടു സീ യുവർ സെൽഫ് ഇൻ ക്യാമറ? നിനക്ക് സ്പേസ് ഒന്നുണ്ട് കേട്ടോ. അതുമാതിരി കോഫി കഴിക്കുമ്പോൾ എനിക്ക് എൻ്റെ കോഫി ടേബിളിലിരുന്ന് ആ കോഫി എൻജോയ് ചെയ്ത് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ശരിക്കും മാറി, നമ്മൾ മൊത്തത്തിൽ മാറ്റും കേട്ടോ. നമ്മൾ ഞാൻ പറഞ്ഞ മാതിരി നമ്മളൊരു പുതിയ നമ്മളാവും. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ വേണേ, അപ്പോൾ അതിൽ വേണമെങ്കിൽ നിങ്ങളൊരു കണ്ടൻറ്റായിട്ട് എടുത്തോ. ബേബി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഇവൻ എൻ ഈസി ടാസ്ക്. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത്, കല്യാണം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു 6 മാസമായിട്ടുണ്ടാവുള്ളൂ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ. അപ്പോൾ അന്ന് എൻ്റെ ആറാമത്തെ മാസം എന്ന് പറയുന്നത് എൻ്റെ PhD സബ്മിറ്റ് ചെയ്യണം. അതായത് സിനോപ്സിസ് വെച്ചതിന് ശേഷമാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. സിനോപ്സിസ് വെച്ച് 3rd day or 4th day ഗോട്ട് മാരീഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ 6 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഫൈനൽ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഭയങ്കര റഷാണ്. സിനോപ്സിസ് വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്തതിൽ കുറേ തെറ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ മാം എന്നെ കൊണ്ട് ഇരുത്തി മാറ്റിച്ചു. ഹരീസ് എന്ന് പറഞ്ഞ സാറുണ്ട്, സ്റ്റാറ്റിസ്റ്റീഷ്യനാണ്. അപ്പോൾ സാർ എന്നെ കുറേ സപ്പോർട്ട് ചെയ്തിട്ട്. ഹരീസ് സാറ് MCCയിൽ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സാറാണ്. സാർ എൻ്റെ കൂടെ കുറേ സപ്പോർട്ട് ചെയ്തു എനിക്ക് ആ സ്റ്റാറ്റ്സൊക്കെ ശരിയാക്കി എടുക്കാൻ.
പിന്നെ ഞാനും അശ്വിനും കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത കാര്യം എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും 6 മാസത്തിൽ നമ്മൾ PhD എഴുതി സബ്മിറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. എല്ലാ ചാപ്റ്റേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ പോണ്ടിയില്ല ഹോട്ട് ബ്രിഡ്സ് രാവിലെ പോയിട്ട് ഹോട്ട് ബ്രിഡ്സിൽ ഇരുന്നിട്ടായിരുന്നു കുറേ എൻ്റെ ജോലി. ഹോട്ട് ബ്രിഡ്സും പിന്നെ ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പോണ്ടിച്ചേരിയിൽ ആരെങ്കിലും കമ്പനിയുടെ ആരെങ്കിലും കാണുമെങ്കിൽ അവർക്കറിയായിരിക്കും അല്ലേ. ഞാൻ കുറച്ച് സർപ്രൈസ്ഡ് ആയിട്ട് ഈ ചെക്കന് ക്യാമറ ഓൺ ചെയ്യുമ്പോൾ മിണ്ടാണ്ടിരിക്കുന്നില്ല. താങ്ക് ഗോഡല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇനി വീഡിയോ ഇട്ടോട്ടെ. ഇവന് ഇഷ്ടമുണ്ട് ക്യാമറയിൽ നോക്കുന്നത് വെച്ചാൽ. എനിക്ക് പോഡ്കാസ്റ്റ് വരണം, അമ്മയുടെ സ്വന്തം പോഡ്കാസ്റ്റ്. ട്രൈ ദിസ്. ഓക്കെ, യു ട്രൈ ദാറ്റ്. സോ അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഫുൾ ടൈം തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു പ്രഷറിൽ അങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ചെയ്യാനായിട്ട് നെക്സ്റ്റ് വീക്ക് നമ്മൾ ചെന്നൈ പോയിട്ട് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ആ ദിവസം എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ആൻറ്റി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഗ്രീമ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായില്ലേ, കുട്ടികളൊന്നും ആയില്ലേ? ഞാൻ ഭയങ്കര സർപ്രൈസ്ഡായി. ഇതെന്തെന്ന് കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം ആകുമ്പോഴത്തേനും കൊച്ചിനെ ഉണ്ടാക്കണോ? അങ്ങനെയായിരിക്കും ചിലപ്പോൾ നാട്ടു നടപ്പ്. ആൻറ്റി എന്നോട് സ്നേഹത്തോട് ചോദിക്കുന്നതാണ്. എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഫിനാൻഷ്യലിയും ഒന്ന് സെറ്റ് പോലും ആയിട്ടില്ലേ ഒരു കൊച്ചിനെ ഉണ്ടാക്കാൻ. അന്ന് ഞാനത് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ക്രിഞ്ച് അടിച്ചു. ഇത് എന്തെന്ന് ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ കാലം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അത് വേറെ കഥ. പിന്നെ കുറേ പേര് അഡ്വൈസ് ഉണ്ടായിരുന്നു, ഇത്രയും വേഗം ബേബി ഉണ്ടാവണം, എന്തോ ഒരു ക്ലോക്ക് വാസ് ടിക്കിങ്, അപ്പോൾ യു ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ് എന്നൊക്കെ ഞാൻ എന്നും കേട്ടിട്ടുണ്ട് അല്ലേ. ഇത് വേണോ, തരാം. അപ്പം ഇങ്ങനെ കുറേ ആളുകൾ പറയും. ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് നമ്മൾ കുട്ടീനെ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദി ഡേ എനിക്കറിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുട്ടീനെ ഞാൻ ചിലപ്പോൾ എനിക്കറിയില്ല ഇവനെ ഞാനിപ്പോൾ സ്നേഹിക്കുന്ന അത്ര ഒരു പക്ഷേ ഞാൻ എൻ്റെ ചെറുതായിട്ടെങ്കിലും ഞാൻ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന അതുപോലും എത്താത്ത സമയത്ത് ഞാനൊരു കൊച്ചിന് ജന്മം കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ എന്തെങ്കിലും ആയി എന്നല്ല പറയണേ, ഇപ്പം ഞാൻ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ആവും എന്നുള്ള എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ നേരത്തെ വരുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. ശരിക്കും എന്ത് സന്തോഷം ഞാൻ പറയണ്ടേടാ. നമുക്കൊരു ഈ ഒരു സന്തോഷം എനിക്ക് ഉണ്ടായിട്ടുള്ളത് വേണമെങ്കിൽ ഒരു 20 years ബാക്ക്, 20 അല്ല അല്ലേ 25 years ബാക്ക്, കൈൻഡ് ഓഫ് 25 years ബാക്ക് എൻ്റെ അമ്മ അനിയത്തിനെ പ്രസവിച്ചപ്പോൾ. അതെനിക്കങ്ങനെ ചുമ്മാ വന്ന അനിയത്തിയായിരുന്നില്ല. അതായത് നമ്മൾ ജനിച്ചിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് വന്ന അനിയത്തിയല്ല. ഒരു 10-11 വർഷം കഴിഞ്ഞിട്ട് നമുക്കൊരു അനിയത്തി വരുമ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്റ്റേജ് ഇങ്ങനെ കാത്തിരുന്ന് അവസാനം എൻ്റെ അമ്മ ലേബർ റൂമിൽ പോകുമ്പോൾ ഞാനിങ്ങനെ പുറത്തിങ്ങനെ കാത്തിരുന്ന് എൻ്റെ ബേബി വരാൻ പോവാ എന്നുള്ള ഫീലിൽ അങ്ങനെ ബേബി നീയല്ലേ കമ്പനീനെ കുറിച്ചിട്ടാണ് പറയണത്. അങ്ങനെ കാത്തിരുന്ന് ബേബി പുറത്തേക്ക് വരുന്നു. അതൊരു ആ രാത്രിയിൽ മഴയുടെ മണം വരെ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അത് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നമുക്ക് നമ്മൾ കിട്ടുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി ശരിക്കും വേറെ. എല്ലാ ബേബികളും ബ്യൂട്ടി എല്ലാത്തിനും ഭംഗിയുണ്ട്. ഞാൻ പറയുന്നത് എല്ലാ അമ്മമാർക്ക് അവരുടെ കുട്ടികൾ സ്പെഷ്യലായിരിക്കുമല്ലോ. എല്ലാവരും സ്റ്റോറി സ്പെഷ്യലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഞാൻ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞത്. ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ആർക്കും കേട്ടിട്ട് ഒഫൻഡഡ് ഒന്നും ആവണ്ട. എന്നെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും തോന്നും, നമ്മൾ കുറച്ച് മെച്ചുവേർഡായതിന് ശേഷം നമുക്കൊരു കൊച്ചൊക്കെ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മുടെ ലൈഫ് കുറച്ച് പ്ലാൻ ചെയ്യാനൊക്കെ പറ്റുന്ന നേരത്തെ കൊച്ചൊക്കെ വരുന്നത് കൊച്ചിന് നല്ലതാണ്, നമുക്ക് നല്ലത്. കാണിച്ചാലേട്ടാ ഈ കഥയൊക്കെ കേട്ടിട്ട് ഇതേ ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ആൾ. അപ്പോൾ കൺമണി ഉണ്ടാവുന്ന സമയത്ത് എടാ ഇങ്ങോട്ട് വന്നേ, എടാ കേട്ടനിലാക്കിയേക്കുന്നു, വാ ഇങ്ങോട്ട് വാ, ആ കേട്ടനത്തെ ചോക്ലേറ്റ് ഇപ്പം അമ്മ കളയണ്ടേ? എന്തൂട്ടാടാ കാണിച്ചത്? അങ്ങനെ ചെയ്യല്ലേ ഈ ഷോയാ കേട്ടനത്തെ ചോക്ലേറ്റ് എങ്ങനെ കളയാന്? ഓക്കെ, എടുക്ക ഞാൻ സ്വന്തം ആളെ സ്വയം റിയൽ മൈസെൽഫ് പുറത്തേക്ക് വന്നത് അല്ലേ. ഓക്കെ, ഞാൻ പറയാൻ വന്നത് അന്ന് കൺമണി ഉണ്ടായ ദിവസം എനിക്ക് അത്ര നല്ല ഓർമ്മയുണ്ട്. ഒരു പക്ഷേ അവൾ എൻ്റെ 2 വയസ്സിന് താഴെ അനിയത്തൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് അത്രയും എനിക്കറിയില്ല, എനിക്ക് അത്ര ഇഷ്ടമുണ്ടാവുന്നത്. ഇപ്പൊക്കെ എന്ന് പറഞ്ഞാൽ പക്ഷെ അതിൻ്റെ കുറേ കുഴപ്പങ്ങളുണ്ട്. നമ്മളുടെ കാലഘട്ടത്തിലല്ല അവൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഈ കാലഘട്ടത്തിലെ പിള്ളേരുടെ കാലമാണ്. അപ്പോൾ അവർക്ക് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവർക്ക് വർക്കൗട്ട് ആവില്ല. പക്ഷെ അവരിൽ നിന്ന് നമുക്ക് കുറേ പഠിക്കാനും പറ്റും. എനിക്കെപ്പോഴും തോന്നും എൻ്റെ എനർജി അവളുടെ എനർജിയാണെന്ന്. അവൾക്ക് വയസ്സാവും തോറും എനിക്ക് പേടിയാണ് എനിക്ക് വയസ്സാവുമെന്ന്. ഇനിയിപ്പോൾ പതുക്കെ ഇവൻ്റെ കൂടെ വെച്ച് പിടിക്കേണ്ടി വരും. അല്ലടാ, നമുക്ക് പോഡ്കാസ്റ്റ് വൈകിട്ടല്ല അല്ലെങ്കിൽ നീ ചോക്ലേറ്റ് സാധനങ്ങൾ എല്ലായിടത്തും എടുത്ത് തേക്കും.
മൈൻഡ് അപ്പ് ചെയ്താലോ? അപ്പം നമ്മൾ അടുത്ത പോഡ്കാസ്റ്റും കൊണ്ടിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. നീ പറ ചേച്ച നെക്സ്റ്റ് ഡേ വരാമെന്ന് പറഞ്ഞേ. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ ജോട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇടാം. പറഞ്ഞേ. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് കുറച്ച് പോഡ്കാസ്റ്റുകൾ കൊണ്ടുവരാം അല്ലേ. നമുക്ക് അടുത്ത വീഡിയോയിൽ എന്താ പറയുക, അടുത്ത വീഡിയോയിൽ പറ്റുകയാണെങ്കിൽ നമ്മുടെ PhD എങ്ങനെ പറയും അല്ലേ, PhD ചെയ്തതോ അതിൻ്റെ ഇടയിൽ അംഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാം അല്ലേ. ആ നേരം എന്ത് തോന്നുന്നത് വെച്ചാൽ അതൊക്കെ പറയാം അല്ലേ. നിനക്ക് എന്താ തോന്നുന്നത്, നിൻ്റെ അഭിപ്രായം എന്തോ പറ. നിനക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? നിനക്ക് ആ ചോക്ലേറ്റ് അതിലാക്കിയതിൽ വല്ല അഭിപ്രായം ഉണ്ടോ? അതുകൊണ്ടോ അതിന് മുകളിൽ ചോക്ലേറ്റ് ആക്കിയത്? പാടണം. സ രി ഗ മ അമർത്തട്ടെ. മ പ ധ നി സ സരി ഗ മ പ. സ പാട്. സ നി ധ പ മ ഗ രി സ. എനിക്ക് തരാൻ വല്ലതും ഉണ്ടോ? ബൈ.